ഹലോ, ഇന്ന് നമ്മളുടെ ഡേ 21 ആയിരിക്കുകയാണ്. അപ്പം ഇന്ന് ഞാൻ രാവിലെ കഴിച്ചത് മ്യൂസ്ലിയാണ്. മ്യൂസ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോൺഫ്ലെക്സ് അതുപോലെ തന്നെ ഈ നട്ട്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. മ്യൂസ്ലി എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. അതും ഫ്ലേവേർഡ് യോഗേർട്ടും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ കഴിക്കുന്നത്. അത് മാംഗോ ഫ്ലേവേർഡ് യോഗേർട്ടാട്ടോ ഞാൻ എടുത്തത്. ബ്ലൂബെറി എടുക്കാറുണ്ട്, ബ്ലാക്ക്ബെറി എടുക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാം മാംഗോ പിന്നെ പിസ്ത ഇതിൻ്റെ എല്ലാ ഫ്ലേവേഴ്സ് എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരെണ്ണം മേടിച്ച് വെക്കും. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴത്തേനും ഒരു ബോക്സ് ആയിട്ടുള്ളതുണ്ട്, ആ ഒരു ബോട്ടിൽ വാങ്ങിച്ച് വെക്കും. അങ്ങനെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഷുഗർ ക്രേവിങ്സ് ഒക്കെ കഴിയുമ്പോൾ കൂടുതലായിട്ട് ഇതാട്ടോ കഴിക്കുന്നത്. ഈ ഫ്ലേവേർഡ് യോഗേർട്ടിന് കുറച്ച് മധുരമുണ്ട്, പിന്നെ ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ടതില്ല. അപ്പം അതാണ് ഞാൻ രാവിലെ കഴിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും ക്ഷമിക്കണം ആദ്യം തന്നെ, കാരണം ഞാൻ നോൺ വെജ് കഴിക്കുന്നതിന് കമൻസ് വരുന്നുണ്ട്, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാതെ വിടുവാണ്. ഞാൻ ചിക്കനും ഒരു പീസ് ചിക്കൻ വറുത്തതും ഒരു പീസ് ഫിഷ് വറുത്തതും പിന്നെ ചക്കക്കുരു പടവലങ്ങ തോരനും പിന്നെ കുറച്ച് തക്കാളിക്ക ചമ്മന്തി. അപ്പം കാണുന്നവരവർക്ക് ഇവരുടെ വീട്ടിൽ ഡെയിലി ചക്കക്കുരും പടവലങ്ങ ആണോ എന്ന്. അതുകൊണ്ടല്ല കേട്ടോ, നമ്മൾ ഈ നോമ്പ് വീട്ടിൽ മറ്റുള്ളവർക്കുണ്ടല്ലോ, അതായത് പപ്പായ്ക്ക് നോയമ്പാണ്. അപ്പം എന്തായാലും പപ്പായ്ക്ക് വേണ്ടി വെജ് ഉണ്ടാക്കണം. അപ്പം അത് കൂടുതൽ ഇഷ്ടമുള്ളതാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കി പോകുന്നതാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എനിക്കിന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെയിറ്റ് എങ്ങനെ നമ്മളൊരു വെയിറ്റ് ഗോൾ അച്ചീവ് ചെയ്തു അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം എന്നതിനെക്കുറിച്ചാട്ടോ ഞാൻ ഇന്ന് പറയുന്നത്. പിന്നെ അത് ഞാൻ പറയുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ വെയിറ്റ് ഗോളിൽ എത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പം അത് സഹിച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് ആ ഗോളിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൺസ് വിട്ട് കൊടുക്കരുത്, നമ്മൾ ആ ഗോൾ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ കുറച്ചൊരു എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇത് ഞാൻ വൈകുന്നേരം കഴിച്ചതാട്ടോ, ഒരു കുമ്പിള്. എനിക്ക് കുമ്പിള് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാട്ടോ, ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കുമ്പിളും കൂടെ കഴിച്ചു. ഇനി നമുക്ക് ബാക്ക് ടു ദ ടോപ്പിക്കിലേക്ക് വരാം. അപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു 70 കിലോ ഉള്ള ഒരാൾ ഒരു ദിവസം 2000 കാലറി ആയിരിക്കും ഒരാൾക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്കപ്പോൾ ആ വെയിറ്റ് 70 എന്നുള്ളൊരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്ര കാലറീസ് ആണോ കഴിക്കേണ്ടത് അത്രയും തന്നെ കഴിക്കാണ്ട് കുറച്ച് കഴിക്കുക. ഇപ്പോൾ 2000 ആണെങ്കിൽ നമ്മളൊരു 1500 കഴിക്കുക. അതിൽ നമ്മൾ പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും എല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഉൾക്കൊള്ളിച്ച് വേണം നമ്മൾ ഫുഡ് കഴിക്കാൻ. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല കഴിക്കുന്നത്, കാരണം എനിക്ക് പല സാധനങ്ങളും ഇഷ്ടമില്ല. എനിക്ക് ചീരയൊക്കെ കഴിക്കാനായിട്ട് ഡോക്ടർ തന്നെ പറയുന്നുണ്ട്, പക്ഷെ ഞാനതൊന്നും കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ ഹൈ പ്രോട്ടീൻ ആയാലും പ്രശ്നമാണ് കേട്ടോ, നമ്മളെപ്പോഴും ഒരു മിനിമലിൽ നിൽക്കുക. അപ്പം നമ്മൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കും. ഇപ്പോൾ ഈ യോഗട്ടിലൊക്കെ പ്രോട്ടീനുണ്ട്. ഈ ഗ്രീക്ക് യോഗട്ട് എന്ന് പറയുന്നൊരു ഇതുണ്ട്, അതിലൊക്കെ നല്ല പ്രോട്ടീൻസ് ഉണ്ട്. പിന്നെ ഇലക്കറികൾ കഴിക്കുക മാക്സിമം. പിന്നെ നോൺ വെജ് കഴിക്കുക, അതായത് അധികമല്ല കുറച്ച്. പിന്നെ മുട്ട കഴിക്കുക, പാല് കുടിക്കുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതലും നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് പ്രോട്ടീന് കുഴപ്പമുണ്ടാകത്തില്ല. നമ്മൾ ഈ വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രോട്ടീൻ ഇൻടേക്ക് ഭയങ്കരമായിട്ട് കുറയും. അപ്പം നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും, മുടി പൊഴിച്ചിൽ, അതുപോലെ സ്കിന്ന് ഡ്രൈ ആകുക, പിന്നെ ഫേസിൽ റിങ്കിൾസ് വരിക, നമുക്ക് തന്നെ ഒരു അലസ മോഡിലോട്ട് നമ്മൾ മാറും. എപ്പോഴും കടക്കണം, അങ്ങനെ എന്ത് ചെയ്താലും ഭയങ്കര ക്ഷീണം, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേന് തന്നെ നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മൾ പ്രോട്ടീൻ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ നമ്മൾ പറ്റുവാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ABC ജ്യൂസ് കുടിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ബിൽഡ്രോബിൻ്റെ അളവ് കൂട്ടാനും അതുപോലെ നമ്മുടെ സ്കിന്നും നമ്മുടെ ഹെൽത്തും നല്ല ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കും കേട്ടോ. പക്ഷേ ഇത് കഴിക്കുക എന്നുള്ളത് കുറച്ച് പാടാണ്. പഞ്ചസാര ഇട്ടാണ് കഴിക്കുന്നതെങ്കിൽ വലിയ പാടില്ല, പക്ഷെ പഞ്ചസാര ഇടാണ്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷെ പഞ്ചസാര ഇടാണ്ട് കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഞാൻ കുറച്ച് പഞ്ചസാര ഇടും, പക്ഷെ പഞ്ചസാര ഇടാതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്, കാരണം കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് പഞ്ചസാര ഇല്ലാതെ കഴിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ഡയറ്റിൽ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പഞ്ചസാര ഒഴിവാക്കുക. ഞാനിപ്പം ഇടയ്ക്കൊക്കെ കാപ്പി കുടിക്കുന്നതൊക്കെ വീഡിയോയിൽ കാണാറുണ്ട്. അന്നേരം പലർക്കുള്ള ഡൗട്ടാണ് പഞ്ചസാര ഇട്ടാണോ കുടിക്കുന്നതെന്ന്. പഞ്ചസാര ഇട്ടാണ് ഞാൻ കുടിക്കുന്നത്, പക്ഷെ ഭയങ്കരമായിട്ട് അളവ് കുറച്ചു. പിന്നെ ഞാൻ ഡെയിലി ബേസിസിൽ ചായ, കാപ്പി, കട്ടൻ കാപ്പി അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല. ഉണ്ടായിരുന്നു, ഇപ്പം നിർത്തി.
അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും കുറവേ എനിക്ക് ഷുഗറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം, എന്നിട്ട് ഞാൻ നിങ്ങളോട് കൂടുതൽ ഫീഡ്ബാക്ക്സ് പറയാം. അപ്പോൾ സ്ഥിരം ചായ കാപ്പിയൊക്കെ അത് വേണം, അത് ശീലിച്ച് പോയവരാണെങ്കിൽ ഗ്രീൻ ടീയിലേക്ക് വരിക, അല്ലെങ്കിൽ ലെമൺ ടീയിലേക്ക് വരിക, അല്ലെങ്കിൽ മിൻറ്റ് ടീ, അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരിക. എന്നിട്ട് അത് പരമാവധി പഞ്ചസാര ഇല്ലാണ്ട് കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ ഈ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന്, അതായത് ഒരുപാട് നമ്മൾ കഷ്ടപ്പെടാണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. കാരണം പഞ്ചസാര എന്ന് പറയുന്ന വില്ലൻ നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് അനുഭവിച്ച ഒരാളാണ്. കാരണം എനിക്ക് പഞ്ചസാര കുറുക്കി കഴിക്കണം, അതുപോലെ ഞാൻ പഞ്ചസാരയ്ക്ക് അഡിക്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ജ്യൂസസ് കുടിക്കുന്നതിനെക്കാട്ടും നല്ലത് ഫ്രൂട്ടായിട്ട് കഴിക്കുന്നതാണ്. പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കാൻ എല്ലാവർക്കും, എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ജ്യൂസായിട്ട് കുടിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കുടിക്കും. പക്ഷേ ജ്യൂസായിട്ട് കുടിക്കുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്നത് തന്നെയാണ്. അതായത് ആപ്പിളൊക്കെ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ്. അല്ലെങ്കിൽ വിത്തൗട്ട് ഷുഗറിൽ കഴിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് കഴിക്കുന്നതെങ്കിൽ. പിന്നെ നമുക്ക് നമ്മുടെ റൊട്ടീനിലേക്ക് വരാം. ഇന്ന് ഞാൻ 5000 സ്റ്റെപ്സേ നടക്കാൻ പറ്റുള്ളൂ. അത് തന്നെ ഞാൻ ഒരു തരത്തിലാണ് നല്ലോണം ഇരുട്ടിയിട്ടാണ് ഞാൻ നടന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറയിൽ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടു. അതുകൊണ്ട് തന്നെ ക്യാമറയ്ക്ക് ഒട്ടും ക്ലിയർ ഇല്ലായിരുന്നു ഇന്ന് നടക്കുന്ന വീഡിയോയിൽ. പിന്നെ ഞാൻ വൈകുന്നേരം നടപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ABC ജ്യൂസ് കുടിച്ചു. ഇപ്പം ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാട്ടോ ഫുഡ്. എൻ്റെ എല്ലാ റൊട്ടീനും കുറച്ചൊന്ന് തെറ്റിയാണ് കിടക്കുന്നതെങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യാണ്ട് ഞാൻ കൊണ്ടുപോകാൻ മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഫുഡ് കഴിക്കുക, പക്ഷേ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എഡിറ്റിങ്ങിലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാം, ഞാനതൊക്കെ മാറ്റാം. അപ്പോൾ നാളെ നമുക്ക് ഡേ 22 ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സെക്യൂർ ആയിട്ടിരിക്കുക. ബൈ.